നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം അധ്യാപകന്റെ ക്രൂര പീഡനം മൂലം ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ നൂറ്റാണ്ടിലും നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിലൂടെയും മറ്റുമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അതൊക്കെ വെറും അഭിനയം മാത്രമാണ്. പക്ഷെ അതിന് പുറത്ത് നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിലും സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓരോ ദിവസവും ഓരോ രീതിയിലാണ് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരൊക്കെ തന്നെ പീഡനത്തിനിരയായി മരിക്കുന്നത്. ഇത് നടന്നിരിക്കുന്നത് ഭുവനേശ്വറിലാണ്. കോളേജ് അധ്യാപകനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് തീ കൊളുത്തി ജീവനൊടുക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥിനി മരിച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പീഡന വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത് തുറന്നു പറയാനായിട്ട് മടിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് സമൂഹം എന്ത് കരുതും, തൻ്റെ ഭാവിയിൽ അത് ബാധിക്കുമോ എന്നൊക്കെ കരുതി അത് പരാതി നൽകാനും അല്ലെങ്കിൽ തനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം അധികം ആരോടും പറയാതെ അത് മൂടി വെച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നവരും ധാരാളം ഉണ്ടാകാം. പക്ഷെ ഇവിടെ ഈ പെൺകുട്ടി ഇത്തരത്തിൽ ഈ ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് തനിക്ക് ഇത്തരത്തിലുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, അത് തന്നെ വല്ലാതെ തളർത്തുന്നുണ്ട് എന്ന് പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തില്ല. അത് സഹിക്കവയ്യാതെയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഭുവനേശ്വർ എയിംസിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തീ കൊളുത്തിയതിനെ തുടർന്നാണ് 20-കാരിക്ക് 95% പൊള്ളലേറ്റിരുന്നു. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒഡീഷ ബാലസോറിലെ ഫക്കീർ മോഹൻ ഓട്ടോണമസ് കോളേജിലാണ് സംഭവം നടന്നിരിക്കുന്നത്. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് കോളേജിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. മാനസികവും ശാരീരികവുമായ പീഡനം സഹിക്കാനാവാതെ ജൂൺ 30-ന് വകുപ്പ് മേധാവി സമീർ കുമാർ സാഹുവിനെതിരെ വിദ്യാർത്ഥിനി പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു. മോശമായി പെരുമാറിയെന്നും തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് കുറയ്ക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിയിലുണ്ട്. എന്നാൽ കോളേജ് അധികൃതർ അധ്യാപകനെതിരെ ഒരു നടപടിയും എടുത്തില്ല. തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിദ്യാർത്ഥിനി സ്വയം തീ കൊളുത്തിയത്. രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 2 സഹപാഠികൾക്കും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ദിലീപ് ഘോഷും ഇന്നലെ അറസ്റ്റിലായി. കാരണം ആദ്യം ആ കോളേജിന്റെ പ്രിൻസിപ്പലിനാണ് പെൺകുട്ടി പരാതി നൽകിയത്. പക്ഷേ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും എടുത്തില്ല. ഈ ഉന്നയിച്ചിട്ടുള്ള ഈ അധ്യാപകനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുകയോ ഒന്നും തന്നെ ചെയ്തില്ല. ഈ പെൺകുട്ടി ഇനിയും താൻ ഈ പീഡനം സഹിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇനിയും ഇത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിനാലായിരിക്കാം ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഏതായാലും പിന്നാലെ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ എയിംസിലെത്തി വിദ്യാർത്ഥിനിയെയും കുടുംബത്തെയും സന്ദർശിച്ചിരുന്നു. തൊട്ട് പിന്നാലെയാണ് മരണം സംഭവിച്ചത്. കുറ്റവാളികൾക്കെതിരെ കടുത്ത നടപടി ഉറപ്പാക്കുമെന്നും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി അറിയിച്ചു. സമീർ കുമാർ സാഹുവിനെ കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പരാതിയിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പലിനെയും സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ ഒഡീഷ ഗവർണർ ഹരി ബാബു കമ്പപതി സംസ്ഥാന സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സംഭവത്തിൽ അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ കോളേജിനെതിരെയും രൂക്ഷ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. മകൾ പരാതി നൽകിയിട്ടും കോളേജ് പ്രിൻസിപ്പൽ നടപടിയെടുത്തില്ലെന്നാണ് പിതാവ് ആവർത്തിക്കുന്നത്. ആരോപണ വിധേയനായ പ്രൊഫസർക്കെതിരെ വേറെയും പരാതികൾ ലഭിച്ചിരുന്നു. കോളേജ് അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ടിന് കാത്തിരിക്കാനാണ് അധികൃതർ നിർദ്ദേശിച്ചതെന്നും നടപടിയെടുത്തിരുന്നെങ്കിൽ മകൾക്ക് ഈ അപകടം സംഭവിക്കില്ലായിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇനി വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും മറ്റേതെങ്കിലും പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും അതിദാരുണമായിട്ടുള്ള സംഭവം എന്ന് മാത്രമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഒരു പെൺകുട്ടി തനിക്ക് അനുഭവിക്കുന്ന തൻ്റെ സ്വന്തം അധ്യാപകരിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനം അത് നേരിട്ട് പറയാൻ അല്ലെങ്കിൽ ഒരു പരാതി നൽകിയിട്ടും പകരം യാതൊരു നടപടി എടുക്കാത്ത ഈ ഒരു സിസ്റ്റത്തിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ തന്നെ എടുക്കണം. പകരം അവൾക്ക് കൊടുക്കേണ്ടി വന്നത് അവളുടെ ജീവനാണ്.